നമസ്കാരം. പലസ്തീനിലെ സംഘർഷം അല്ലെങ്കിൽ ഗസയിലെ മനുഷ്യരുടെ അതിദയനീയമായ ജീവിത സാഹചര്യം ഇതിനെല്ലാം ഉടനെ തന്നെ ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് എല്ലായിടവുമുള്ള സമാധാനപ്രിയരായ മനുഷ്യർ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ്. ആ, സംഘർഷം കുറേ നാളായി, ഏതാണ്ട് 2 വർഷത്തോളമായി നീളുന്ന വലിയൊരു സംഘർഷമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രശ്നത്തിന് ഉടനടി പരിഹാരം ഉണ്ടാകണം. അതിലേക്ക് നിർണായകമായ ഒരു ചർച്ച, ഒരു സന്ധി സംഭാഷണം ദോഹയിൽ നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഈജിപ്തിൻ്റെയും ഖത്തറിൻ്റെയും മധ്യസ്ഥതയിൽ അമേരിക്ക, ഇസ്രയേൽ ഒരു ഭാഗത്ത്, ഹമാസ് മറ്റൊരു ഭാഗത്ത്, അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. ആ ചർച്ച അലസിപ്പിരിഞ്ഞു എന്നുള്ളതാണ് ഒന്നാമത്തെ സംഗതി. രണ്ടാമത്തെ സംഗതി കുറച്ചുകൂടി ഗൗരവമേറിയതാണ്. അതായത് പലസ്തീൻ എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തെ ഒരു രാഷ്ട്രമായി അംഗീകരിക്കുന്നു എന്നുള്ള നിലപാട് ഫ്രാൻസും സ്വീകരിച്ചു എന്നുള്ളതാണ്. അതായത് ഏകദേശം ലോകത്തെ ഏതാണ്ട് 142ഓളം രാജ്യങ്ങളാണ് നിലവിൽ പലസ്തീനെ ഒരു പരമാധികാര രാഷ്ട്രം അല്ലെങ്കിൽ അതിൻ്റെ പലസ്തീനെ അംഗീകരിക്കുന്ന ഒരു നിലപാടെടുത്തിരിക്കുന്നത്. 142ഓളം രാജ്യങ്ങളാണ്. അതിൽ ഫ്രാൻസും, അതായത് യൂറോപ്യൻ രാജ്യങ്ങളിൽ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിലെ തന്നെ ഏറ്റവും പ്രധാന ഒരു സൈനിക ശക്തിയും സാമ്പത്തിക ശക്തിയുമാണ് ഫ്രാൻസ്. അതേപോലെ തന്നെ G7 രാജ്യങ്ങൾ, നമുക്കറിയാമല്ലോ, G7 എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും മുൻനിരയിലുള്ള സാമ്പത്തിക അവസ്ഥ അല്ലെങ്കിൽ ലോകക്രമത്തെ തന്നെ നിയന്ത്രിക്കുന്ന വൻ രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് G7. അതായത് 7 രാജ്യങ്ങളുടെ കൂട്ടായ്മ. കാനഡയുണ്ട്, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, യുണൈറ്റഡ് കിങ്ഡം അതായത് ബ്രിട്ടൻ, പിന്നെ അമേരിക്ക. ഈ രാജ്യങ്ങളുടെ ഇടയിൽ ആദ്യമായാണ് ഒരു G7 രാഷ്ട്രം, അതായത് ഫ്രാൻസ്, പലസ്തീനെ അംഗീകരിക്കുന്ന നിലയിൽ ഒരു നിലപാട് എടുക്കും. അതായത് സെപ്റ്റംബറിൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി നടക്കുന്നുണ്ട്, അതായത് പൊതുസമ്മേളനം. അതിൽ പലസ്തീനെ അംഗീകരിക്കുന്ന തരത്തിൽ നിലപാടെടുക്കും എന്നുള്ളതാണ് ഫ്രാൻസിൻ്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ പോസ്റ്റിലൂടെ അറിയിച്ചിട്ടുള്ളത്. അതായത് അദ്ദേഹം പറയുന്ന ന്യായീകരണം ഇതാണ്: അവിടെ വലിയ രീതിയിലുള്ള ഒരു മനുഷ്യത്വ പ്രശ്നം ഗസയിൽ അനുഭവിക്കുന്നു. അവിടെയുള്ളവർ, കുട്ടികളടക്കമുള്ളവർ അതിദയനീയമായ ഒരു സാഹചര്യത്തെ നേരിടുന്നു. പട്ടിണി മരണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ അവിടുത്തെ സാധാരണക്കാർ വല്ലാതെ ദുരിതം അനുഭവിക്കുന്നു. ഒരു കൂട്ടമരണത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. തുടങ്ങിയ കാരണങ്ങൾ മുൻനിർത്തിയാണ് ഇമ്മാനുവൽ മാക്രോൺ പലസ്തീനെ അംഗീകരിക്കുന്ന നിലപാട് എടുക്കും എന്ന് പറയുന്നത്. അത് പരോക്ഷമായി ഇസ്രയേലിനോട് അല്ലെങ്കിൽ അമേരിക്കയോട് പലസ്തീനിൽ അല്ലെങ്കിൽ ഗസയിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കണം ഉള്ള ഒരു സമ്മർദ്ദതന്ത്രം കൂടിയാണ് ഫ്രാൻസ് ഇപ്പോൾ ചെലുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് ഫ്രാൻസ് പോകും എന്നുള്ളൊരു നിലപാടാണ് ഫ്രാൻസ് സ്വീകരിച്ചിരിക്കുന്നത്. എന്നാൽ മറ്റ് ചില രാഷ്ട്രങ്ങളും, അതായത് ഫ്രാൻസിന് സമാനമായി G7 തന്നെയുള്ള യുണൈറ്റഡ് കിങ്ഡം, ബ്രിട്ടൻ, ഇത് സംബന്ധിച്ചുള്ള ആശയവിനിമയങ്ങൾ തുടങ്ങി എന്നുള്ളതും നിർണായകമാണ്. അതായത് UK പ്രധാനമന്ത്രി ജർമ്മനിയുമായും ഫ്രാൻസുമായും ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തുന്നു എന്നുള്ള വിവരങ്ങളും കൂടി പുറത്തു വരുന്നത്. അതായത് പലസ്തീനിൽ ഒരു സമാധാന അന്തരീക്ഷം ഉടനെ വേണം എന്നുള്ളതാണ് ബ്രിട്ടൻ്റെയും ജർമ്മനിയുടെയും ഫ്രാൻസിൻ്റെയും നിലപാട് എന്നുള്ളതാണ്. അതായത് അമേരിക്കയ്ക്കും ഇസ്രയേലിനും കൂട്ടത്തിൽ നിന്ന് തന്നെ മറ്റൊരു വിമത ശബ്ദം വളരെ ശക്തമായി ഉയരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ. ഇവരും പലസ്തീനെ അംഗീകരിക്കുന്ന തരത്തിലുള്ള നിലപാടുകളിലേക്ക് പോകും എന്നുള്ള വിവരങ്ങളും വരുന്നു. അപ്പോൾ ഫ്രാൻസിൻ്റെ ഈ നിലപാടിനെ അമേരിക്കയും ഇസ്രയേലും അതിശക്തമായ ഭാഷയിലാണ് വിമർശിച്ചിരിക്കുന്നത്. അതായത് അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോ ഇക്കാര്യത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: അതായത് ഒക്ടോബർ 7, അതായത് നമുക്കറിയാമല്ലോ, 2023 ഒക്ടോബർ 7 ഹമാസ് ഇസ്രയേലിൽ കടന്നു കയറി വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയത്. അതിൻ്റെ പ്രതികാരം എന്ന നിലയിലാണ് ഇസ്രയേൽ സൈനിക നടപടികൾ തുടങ്ങി വെച്ചത്. അപ്പോൾ അതിന് ഇതുവരെ ഏകദേശം 59,000-ൽ പരം പേർ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക്. ഏതാണ്ട് 1,42,000-ഓളം പേർ അവിടെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് 2 വർഷത്തോളം, കൃത്യം പറഞ്ഞാൽ ഏതാണ്ട് 23 മാസം നീളുന്ന ഒരു സൈനിക നടപടിയുടെ ഇരകളാണ് എണ്ണമാണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ഒക്ടോബർ 7, അതായത് ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ഒക്ടോബർ 7 ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു. ആ ഇരകളുടെ മുഖത്തേറ്റ അടിയാണ് ഫ്രാൻസിൻ്റെ ഈ നടപടിയെന്നാണ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റൂബിയോയുടെ അഭിപ്രായം. അതുമാത്രമല്ല, അതായത് ഫ്രാൻസിൻ്റെ ഈ നിലപാട് ഭീകരവാദത്തെ അംഗീകരിക്കുന്നതിന് തുല്യമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്.
ഇനി ഈ ഫ്രാൻസിൻ്റെ ഈ തകിടം മറിച്ചിൽ, അല്ലെങ്കിൽ ഫ്രാൻസ് ഹമാസിനെ അംഗീകരിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ പലസ്തീനെ അംഗീകരിക്കുന്ന തരത്തിൽ നിലപാടെടുത്തതിനെ കടുത്ത ഭാഷയിലാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് ഭീകരവാദത്തിനുള്ള പ്രതിഫലമാണ് ഫ്രാൻസ് ഇപ്പോൾ കൊടുക്കുന്നത്. അതായത് ഇത്തരത്തിൽ ഫലസ്തീനെ അംഗീകരിക്കുന്ന ഒരു നടപടി എടുക്കുന്നത് ഇസ്രായേലിലുള്ള ഒരു സ്ഥിരമായ ഭീഷണി സൃഷ്ടിക്കലാണ് ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, ഇതൊരു ഇറാൻ്റെ ഒരു ഭീകരവാദത്തെ സംഘത്തെ സ്ഥിരമായി പ്രതിഷ്ഠിക്കുന്നതിന് തുല്യമാണ് ഫ്രാൻസിൻ്റെ ഈ നടപടിയെന്നും ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട്, അതായത് ഇസ്രയേലിനെതിരെയുള്ള ആക്രമണങ്ങളുടെ ലോഞ്ച് പാഡായി ഗസ മാറും ഇത്തരത്തിൽ നിലപാടെടുത്താൽ. ഇതിനേക്കാൾ രൂക്ഷമായിട്ടാണ് ഇസ്രയേലിൻ്റെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ യാരിവ് ലെവിൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇമ്മാനുവൽ മാക്രോണിൻ്റെ ഈ നിലപാട് ഫ്രാൻസിൻ്റെ ചരിത്രത്തിലെ തന്നെ കറുത്ത ദിനമെന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതേപോലെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. അതായത് ഭീകരവാദത്തിന് കൊടുത്തിരിക്കുന്ന ഒരു അംഗീകാരം എന്ന നിലയിലാണ് ഇത്തരത്തിലുള്ളൊരു നടപടി എന്നും പറഞ്ഞു. അതായത് ഈ രാജ്യങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ നിലപാടുകൾ മാറ്റാൻ, അല്ലെങ്കിൽ പലസ്തീൻ അനുകൂലമായിട്ടുള്ള നിലപാടുകൾ മാറ്റാനുള്ള പ്രധാന കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ വലിയ രീതിയിലുള്ളൊരു മാനുഷിക പ്രശ്നം അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. അതായത് ഇസ്രായേലിൻ്റെ തുടർച്ചയായ സൈനിക നടപടികളുടെ പേരിൽ അവിടെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ വലിയ രീതിയിലുള്ള ദാരിദ്ര്യം, പട്ടിണി, അവശ്യ സാധനങ്ങൾ കിട്ടുന്നില്ല, മരുന്ന് കിട്ടുന്നില്ല, ഭക്ഷണം കിട്ടുന്നില്ല, വെള്ളം കിട്ടുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട്. അവിടെ ലോകാരോഗ്യ സംഘടന ഈ ഒരു സ്ഥിതിവിശേഷത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അതൊരു മനുഷ്യനിർമ്മിതിയാണെന്നുള്ളതാണ്. അതായത് അത് വന്നു ചേർന്നതല്ല, സൈനിക നടപടികളുടെ ഭാഗമായി ഉണ്ടായതാണ് എന്നുള്ളതാണ് ലോകാരോഗ്യ സംഘടനയുടെ നിലപാട്. അപ്പോൾ ഈ കാര്യത്തിൽ ഹമാസ് എടുത്തിരിക്കുന്ന കടുംപിടുത്തമാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്നാണ് ഇസ്രയേലിൻ്റെ നിലപാട്. കാരണം ഒരു സമാധാന ചർച്ച, അതായത് ദോഹയിൽ ഒരു സമാധാന ചർച്ച നടക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ആ സമാധാന ചർച്ചയോട് സഹകരിക്കാതെ ഹമാസ് ഏകപക്ഷീയമായ നിലപാടെടുത്തു എന്നുള്ളതാണ് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും നിലപാട്. അമേരിക്കൻ സംഘത്തെ അവിടെ നയിച്ചിരുന്നത് സ്റ്റീവൻ വിറ്റ്കോഫ് എന്ന് പറയുന്ന ആളാണ് സമാധാന ചർച്ചകൾക്ക് നയിച്ചിരുന്നത്. അദ്ദേഹം പറയുന്നത് ഇതിൽ ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാനായിട്ട് ഹമാസിന് ഒരു താല്പര്യവുമില്ലായിരുന്നു. അവർ ഇതിനെ തുടർന്ന് ഈ അമേരിക്കൻ പ്രതിനിധികളെ അവർ അമേരിക്കയിലോട്ട് തന്നെ തിരിച്ചു വിളിക്കുകയാണ്. കൂടുതൽ കാര്യങ്ങൾ ഇനി എന്താണ് സ്വീകരിക്കേണ്ടതിനെ കുറിച്ച് തീരുമാനിക്കാൻ വേണ്ടിയാണ് ഈ പ്രതിനിധി സംഘത്തെ തിരിച്ചു വിളിച്ചതെന്ന് പറയുന്നു. അതേസമയം തന്നെ ഇനി ഈ ഒരു സമാധാന ചർച്ച ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബദൽ മാർഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതും അമേരിക്ക പരിഗണിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ഇസ്രയേലും വലിയ രീതിയിലുള്ള വിമർശനമാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഇത്തരത്തിൽ സമാധാന അന്തരീക്ഷം ഉണ്ടാക്കാനായിട്ട് ഹമാസിന് താല്പര്യമേ ഇല്ല എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ നിലപാട്. എന്നാൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിന് ഒരു ബദൽ മാർഗത്തെക്കുറിച്ച് ഇസ്രയേൽ അതിൻ്റെ സാധ്യതകൾ തേടുമെന്നും ഇസ്രയേൽ അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. അതായത് നിലവിലെ ഒരു ധാരണ ഇങ്ങനെയാണ്. അതായത് 60 ദിവസത്തെ വെടിനിർത്തലിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. എന്നാൽ അതിലാണ് ഇപ്പോൾ ധാരണയാകാതെ പിരിഞ്ഞത്. ഈ ചർച്ചയുടെ മറ്റൊരു ഭാഗം ഹമാസ് ഏതാണ്ട് 10 ഇസ്രയേലി തടവുകാരെ മോചിപ്പിക്കുമെന്നും 18 മൃതദേഹങ്ങൾ ഹമാസിൻ്റെ കൈവശമുണ്ട്, അത് വിട്ടുകൊടുക്കുമെന്നുള്ളതാണ് ഒരു ഏകദേശ ധാരണയായിട്ടുള്ളത്. പകരം ഇസ്രയേൽ ഭാഗത്ത് ഏതാനും ചില തടവുകാരുണ്ട്, അവരെ മോചിപ്പിക്കാമെന്നും ഇസ്രയേൽ ഏകദേശം ധാരണയായിട്ടുണ്ടെന്നുള്ള വിവരങ്ങളും വരുന്നു. എന്നാൽ ഈ വെടിനിർത്തലിലേക്ക് ഉള്ള ധാരണയിലേക്ക് ഇതുവരെ പോകാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വിവരം. അതുമാത്രമല്ല, അവിടെ ദുരിതാശ്വാസ സാമഗ്രികളുടെ വിതരണം സുഗമമായി നടക്കേണ്ടതുണ്ട്. അക്കാര്യത്തിലും കാര്യമായ ചർച്ചകൾ പുരോഗതി മുമ്പോട്ട് പോയിട്ടില്ല. അപ്പോൾ ഇവിടെ ഹമാസ് എടുത്ത ഏകപക്ഷീയമായ നിലപാട്, കാരണം അവർക്ക് ഈ സമാധാന ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ തീരെ താല്പര്യമില്ല, വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുന്നതിൽ തീരെ താല്പര്യമില്ല എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും നിലപാട്. എന്നാൽ ഹമാസ് ഈ ഒരു വാദഗതിയെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. അതായത് അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെയും ഈ ഒരു വെളിപ്പെടുത്തൽ ആശ്ചര്യകരമാണ് എന്നുള്ളതാണ് ഹമാസിൻ്റെ വാദം. കാരണം അവർ ഒത്തുതീർപ്പ് ചർച്ചകൾക്ക് സന്നദ്ധമായിരുന്നു, ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാകാൻ സന്നദ്ധമായിരുന്നു. എന്ത് കാര്യത്തിലാണ് അമേരിക്കയും ഇസ്രയേലും ഇതിൽ നിന്ന് പിന്മാറിയതെന്ന് അറിയില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ മധ്യസ്ഥരായിട്ടുള്ള ഈജിപ്തും ഖത്തറും തങ്ങൾക്കാവുന്ന സഹകരണങ്ങൾ ഞങ്ങൾക്ക് നൽകി അവരോടുള്ള നന്ദി അറിയിക്കുന്നതായി ഹമാസ് പറയുന്നു. അപ്പോൾ നിലവിൽ അവിടെ ഗസയിൽ അല്ലെങ്കിൽ പലസ്തീനിൽ വലിയ രീതിയിലുള്ളൊരു മനുഷ്യാവകാശ പ്രശ്നം നിലനിൽക്കുന്നു എന്നുള്ളത്
എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്. അവിടെ കുട്ടികളടക്കമുള്ളവർ വലിയ രീതിയിലുള്ള ദുരിതം അനുഭവിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ടാകാം. എന്നാലും അടിസ്ഥാനപരമായി അവിടെ കുട്ടികളും സ്ത്രീകളും വലിയ ദുരിതം അനുഭവിക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. ഒരു വെടിനിർത്തൽ കരാറിലേക്ക് അല്ലെങ്കിൽ ഒരു ധാരണയിലേക്ക് ഉടനെ പോകേണ്ടതുണ്ട്. കാരണം അവിടെ ഏത് ഭാഗത്തായാലും മനുഷ്യക്കുരുതി അല്ലെങ്കിൽ മനുഷ്യനാശം ഉണ്ടാകുന്നത് ഏത് സാഹചര്യത്തിൽ നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. എന്നാൽ ഇക്കാര്യത്തിൽ ഫ്രാൻസ് എടുത്തിരിക്കുന്ന നിലപാടും ഇവിടെ നിർണായകമാവുകയാണ്. അതോടുകൂടി ഈ വൻ ശക്തി രാഷ്ട്രങ്ങൾ പലസ്തീൻ അനുകൂലമായ നിലപാടെടുക്കുന്നതോടുകൂടി ഇസ്രയേലിനും അമേരിക്കയ്ക്കും മേൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് അല്ലെങ്കിൽ അവിടെ ഒരു ശാശ്വതമായ സമാധാനത്തിലേക്ക് എത്താൻ അല്ലെങ്കിൽ സൈനിക നടപടികൾ കുറച്ച് ദിവസത്തേക്കെങ്കിലും ഒന്ന് നിർത്തിവെക്കാൻ ഇസ്രയേലും അമേരിക്കയും അവർക്ക് വേണ്ട പിന്തുണ നൽകുന്ന അമേരിക്കയും അതിനുള്ള നടപടികൾ എടുക്കും എന്നുള്ള സൂചനകളും വരുന്നുണ്ട്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വസ്തുതകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.